ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, അവരുടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കറിയാൻ ശ്രമിക്കാം. ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇപ്രാവശ്യം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എടുക്കാം. നോർമലി നമ്മൾ നിങ്ങളുടെ എനർജിയാണ് ആദ്യം എടുക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് വ്യക്തിയുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാറാണ്. ഇനി നമുക്ക് നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ വേൾഡ്. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തെ പാസ്റ്റിൽ എന്തെങ്കിലും മോശകരമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. അതെല്ലാം ഹീൽ ചെയ്ത് ഒരു കാംനെസ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് മറ്റൊരു ലെവലിലേക്ക് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. ഓൾറെഡി ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ലോങ് ടേം ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു പാഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കളിതമാശയ്ക്കോ ഉള്ള രീതിയിലല്ല, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന ഒരു എനർജിയിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണിത് റെസനേറ്റ് ആവുന്നത്. ഇനി അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് പാർട്ട്ണറായിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റീകൺസിലേഷൻ കിട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ആ ഒരു അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക് വന്നവരാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു സെലിബ്രേറ്ററി മൈൻഡ് സെറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയൊക്കെ നിങ്ങളുടെ ഭാഗത്തും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചിലർ അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സ്പ്രെഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാവും. ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ അത്രമേൽ സ്നേഹിക്കുന്ന, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അൾട്ടിമേറ്റ് പാർട്ട്ണറായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല നിങ്ങൾ വളരെയധികം കമ്മിറ്റഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളൊരു കാര്യം കാണാം. നിങ്ങൾ ഈ ഒരു വേൾഡ് എനർജി പോലെ തന്നെ നിങ്ങളുടെ ലോകമാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും ഈ ഒരു പേഴ്സൺ എവിടെയും പോവില്ല, കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയില്ലേ, ഇത് പോയാൽ എവിടം വരെ പോകാനാണ്, ലാസ്റ്റ് എന്നിലേക്ക് തന്നെ വന്നു ചേരാനുള്ളതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അത്രയും ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ടുപേരിലും കാണാനായിട്ട് കഴിയുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ഒരു ടൈമും കൂടി ആയിരിക്കാം മേ ബി. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഈ ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, അവരുടെ ഒരു ഡീപ്പ് തോട്ട്സ്, അല്ലെങ്കിൽ അവരെന്താണ്, എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒറാക്കിളിൽ നിന്ന് 2-3 എനർജീസ് എടുക്കാം. പ്രോസ്പെരിറ്റി ബിഗിൻസ്, ഫെർട്ടിലിറ്റി, ഹാർട്ട് ചക്ര.
Seven of Swords, Three of Swords, Knight of Swords, King of Cups, Hanged Man, the Chariot, King of Wands, Eight of Cups, Eight of Swords, Judgment, the Star, Ace of Swords, Four of Wands, the Devil, Ace of Pentacles, Five of Cups, Nine of Wands, World. ഇപ്പം നമ്മളിവിടെ ഈ ഒരു വ്യക്തിയുടെ ജസ്റ്റ് ഒരു ഫീലിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സിറ്റുവേഷനോ ഇങ്ങനെയുള്ളൊരു കാര്യം മാത്രമല്ല, ഓവറോളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കിക്കാണുന്നത്, എന്താണ് അവരുടെ ഒരു ആഗ്രഹം, പ്ലാനിങ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ഓവറോളായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാം, നേരത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് ആയിട്ട് എടുത്ത ആ ഒരു സ്റ്റാർ കാർഡ് ആൻഡ് വേൾഡ് കാർഡ്, അത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ആ രണ്ട് സെയിം കാർഡ്സും ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്ത് മാറി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് കാണാം. ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാതെ മറച്ചു വെച്ച് മാറി നിന്നായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ഈ ഒരു വ്യക്തി മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചതായിട്ട് തന്നെ കാണാം. എന്തായാലും ഒരു ഹൈഡിങ് എനർജി, ചിലപ്പോൾ ഈ ഹൈഡിങ് എനർജീസ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ അറിയാതെ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കും. അപ്പോൾ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതും ആവാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചീറ്റിംഗ് ആയിരിക്കാം. ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്ത് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ അധികം ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ആ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം നിങ്ങളിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു പേഴ്സണിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, അവർ കൂടുതലൊരു ഫോക്കസ് കൊടുത്തിട്ടുള്ളത് അവരുടെ ഒരു കാര്യത്തിന് തന്നെയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ പെൻഡിങ്ങിൽ വെച്ച് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങളെക്കാൾ കൂടുതലായിട്ടും ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിങ്ങൾ ചിലപ്പോൾ നിർത്തിയിട്ട് പോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു തീരുമാനമോ കാര്യമോ എടുക്കാതെ ആ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് പോയിരുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നമ്മളിവിടെ കാണുന്നത് പോലെ ഇമോഷണലി ഒക്കെ അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് അവർ അവരുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് സ്വന്തം ഒരു വഴി എന്താണോ അത് തിരഞ്ഞെടുത്ത് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു സെൽഫിഷ്നെസ് കൊണ്ട് അവരുടെ ഒരു മാർഗ്ഗം സുഗമമാക്കാനായിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ളതും. അപ്പോൾ ഇവിടെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു എനർജിയിൽ സ്റ്റാർ എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജി നമ്മൾ പറഞ്ഞു. നിങ്ങൾ രണ്ട് വ്യക്തികളുടെയും എനർജി വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. രണ്ടുപേരും റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരാൾക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരാൾ മാത്രം ഉണ്ടാവും, മറ്റേ ആൾ അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു എനർജീസൊക്കെയാണ് കിട്ടാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളും വളരെ താല്പര്യത്തോടു കൂടി റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന ഒരു എനർജിയാണ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതിപ്പോൾ ആരുടെയൊക്കെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റിവിറ്റി അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ എന്താണോ നിങ്ങളോട് ചെയ്തത്, അല്ലെങ്കിൽ എന്താണോ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, അതിനകത്തൊക്കെ അവർക്ക് റിഗ്രറ്റ് ഉള്ള ഒരു സമയമായിട്ട് തന്നെ കാണാം. മാത്രമല്ല, നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ട് പോലും, നിങ്ങളിൽ നിന്ന് അവർ നമ്മൾ പറഞ്ഞ പോലെ അവരിൽ നിന്ന് ആ ഒരു അവരുടേതായിട്ടുള്ള മാർഗ്ഗത്തിലേക്ക് പോയിട്ട് പോലും തീർച്ചയായിട്ടും അവർ സ്റ്റക്കായിരുന്നു എന്നുള്ളതാണ്. അവർക്കതിനകത്ത് ഇപ്പോൾ അവരുടെ തന്നെ ഒരു വഴി ചൂസ് ചെയ്ത് പോയതോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയതോ ഒക്കെ ആവാം. പക്ഷേ എന്നിട്ടും അവർക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ള ആ ഒരു സ്റ്റക്നെസ് അനുഭവപ്പെട്ടതായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാം.
അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളോടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുമായിട്ട് ഒരുപാട് നാളുകളിൽ ചിലപ്പോൾ നോ കോൺടാക്റ്റിൽ പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു നോ കോൺടാക്റ്റ് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങളൊരു വെയിറ്റിങ്ങിൽ നിർത്തിയിട്ട് പോയിട്ടുള്ളൊരവസ്ഥയായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതുപോലെയുള്ള സഫറിങ്സ് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അവർ അവരുടെ സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു വഴിക്ക് പ്രാധാന്യം കൊടുത്ത് പോയിട്ടും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സണ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇവരുടെ ലൈഫിൽ ആ ഒരു കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈം പീരീഡിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കാണാം. അതായത് ചിലപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസസോ കാര്യങ്ങളോ ആയിരിക്കാം അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി തിരിച്ചു വന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു എനർജി കൊണ്ടായിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സമയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകേണ്ടി വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വിരഹം, ദുഃഖമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഉയർത്തെണീൽപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു സംഗതി ഇവരുടെ ലൈഫിൽ നടന്നതായിട്ട് തന്നെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിയൻ വേണ്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മൾ പിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പോകാനും യോജിച്ച് പോകാനും ഒക്കെ അതിനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരേണ്ടുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാം. മാത്രമല്ല ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിതെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു കാര്യം ധരിപ്പിക്കാൻ വേണ്ടി 100 വഴികൾ തേടിയാലും ആ ഒരു വ്യക്തി ഓക്കെ ആവണമെന്നില്ല. പക്ഷേ യൂണിവേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണോ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്താനായിട്ട് നിമിഷങ്ങൾ മാത്രം മതി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചു കാണാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടും സ്വന്തം കാര്യത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു പോയിട്ട് പോലും അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ പറയാം. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റാർ എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു ജഡ്ജ്മെൻറ്റിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെയാണ്. എത്ര നാളുകളായി ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും. എന്നാലും എന്താണ് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറെ സംശയിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും കൺഫ്യൂഷനായിരിക്കും. അവർക്കറിയില്ലല്ലോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കണക്ഷനകത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ആ ഒരു നിങ്ങളോടെല്ലാം പറഞ്ഞ ആ ഒരു യൂണിയനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീണ്ടും ഈ ഒരു 4 ഓഫ് വാണ്ട്സ് എനർജിയിലും കാണാം. അപ്പോൾ ഒരുപക്ഷെ അത്രയും ഡീപ്പായിട്ട് പോരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എന്താണോ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വരാനായിട്ട് ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മളുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അതിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നേരത്തെ ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് വളരെ ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പാഷനേറ്റ് എനർജി കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജിയാണ് നമുക്ക് അവിടെയാണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളില്ലാതിരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരു എനർജി ആയിട്ട് തന്നെ കാണാം. ഇപ്പോൾ സ്റ്റിൽ ഇതൊരു നോ കോൺടാക്റ്റിലേക്ക് പോവുകയാണ്, റീകൺസിലിയേഷനിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവർ ആ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ അവരുടെ മനസ്സിനകത്ത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയില്ല എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അവരുടെ ആ ഒരു
ഇൻറ്റൻഷൻ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നേരത്തെ കണ്ട പോലെ ആ ഒരു വേൾഡ് എനർജിയിലാണ് ഇത് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സൈക്കിള് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ചിലപ്പോൾ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഇത് എന്നിലേക്ക് തന്നെ കറങ്ങിത്തിരിഞ്ഞെത്തിക്കോളും എന്നുള്ളൊരു രീതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ ആ ഒരു സെയിം ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വ്യക്തികൾ ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ചിലവരെ ഈ പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചില റീകൺസിലേഷനൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് നമുക്ക് സ്ട്രോങ് റീകൺസിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. അകന്ന് നിന്ന വ്യക്തി ഒന്ന് തിരിച്ചു വന്നിരിക്കുന്നു. അതായത് ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നിടത്തു നിന്ന് ഒരു ഹായ് ഹലോ ഇട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് മിണ്ടിയിട്ട് പിറ്റേ ദിവസം മുതൽ പതിവ് നേച്ചർ എടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി അല്ല. കാരണം ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. റിലേഷൻഷിപ്പ് വേണമെന്ന് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ വിശ്വസിച്ച് മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പരാജയം നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു കർമ്മ കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനും കൂടി തുടങ്ങിയപ്പോൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ബോധോദയം വന്നിട്ടുണ്ടാവും. ചെയ്തു പോയ തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കാനും നമുക്കൊരു സമയം വേണമെന്ന് പറയാറുണ്ട്. എല്ലാ സമയത്തും നമ്മൾ ചെയ്തു പോയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മളതിനെ ന്യായീകരിക്കും. കാരണം നമുക്കതിനെക്കുറിച്ച് ഒരു അവബോധം കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്ഡ് സ്റ്റേജ് തന്നെയാണ്. അപ്പോഴാണ് നമുക്കത് ആ ഒരു ബ്ലെസ്സിങ്ങും കൂടി ഉണ്ടെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇവിടെ ജസ്റ്റ് വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞ് അവർ ചെയ്തു പോയ തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും മറച്ചു വെച്ച കാര്യങ്ങളായിരിക്കാം. അതെല്ലാം നിങ്ങളോട് വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തന്നിട്ട് റിലേഷൻഷിപ്പ് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. എന്തെങ്കിലും ഒരു ക്രൂക്കഡ്നെസ്സോ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊയ്മുഖമെല്ലാം മാറ്റി നിങ്ങളുടെ മുന്നിൽ വളരെ ഹോണസ്റ്റായിട്ട് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ എല്ലാം നിങ്ങളോട് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യമേ എടുത്ത ആ ഒരു 3 മെയിൻ എനർജീസ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു വെരി ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയൊക്കെ ഒരു തടസ്സമോ അല്ലെങ്കിൽ സ്റ്റക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇനി ആ ഒരു റീകൺസിലേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്രയും ആ ഒരു ഹെൽത്തി ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ്നെസ്സോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാണുന്നത്. ആ ഒരു എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരുമിച്ച് നേരിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ഫെർട്ടിലിറ്റി എനർജിയാണ്, ആ ഒരു മദർ എർത്ത് എനർജിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലാ രീതിയിലുമുള്ള ഒരു ഗ്രോത്ത്, ഇമോഷണൽ അബണ്ടൻസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ആ ഒരു ഫീലിങ്സ്, ലവ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ വളരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹാർട്ട് ചക്ര കാണാം. തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളിൽ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇമോഷണൽ വൂൺസ് അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരമുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളാണെന്നുണ്ടെങ്കിൽ എല്ലാം ഹീലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ താല്പര്യമുള്ള എനർജീസ് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം വരുന്നൊരു കാര്യമാണ്. നോർമലി ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ വരാറുണ്ടെങ്കിലും
അതിനകത്ത് എന്തെങ്കിലും ഒരു ഡ്രോബാക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ അവിടെ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ സമയം എടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു 3 തവണ സ്പ്രെഡ് എടുത്ത് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലും തീർത്തും പോസിറ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്ന അല്ലെങ്കിൽ ഇത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസൊനേറ്റ് ആവും എന്നുള്ളത് അറിയാം. അക്വേറിയസ്, കാസർഗോഡ്, നമ്പർ 8, നമ്പർ 20, ലെറ്റർ ബി, തിരുവാതിര നക്ഷത്രം, ലെറ്റർ വൈ, പത്തനംതിട്ട, നമ്പർ 15, വിർഗോ സോഡിയാക് സൈൻ, നമ്പർ 29, ലെറ്റർ എം, തൃശ്ശൂർ, ചോതി നക്ഷത്രം, ലെറ്റർ ടി, ലെറ്റർ ഡി, ലിയോ സോഡിയാക് സൈൻ, ലെറ്റർ ഇ, അവിട്ടം നക്ഷത്രം, നമ്പർ 18 ആൻഡ് നമ്പർ എഫ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ലഭിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്നും ദൃഢമായിട്ടിരിക്കാൻ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അല്ലാത്തവർ സ്ട്രോങ് റീകൺസിലിയേഷനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും